സ്ലൈം കൊണ്ടുള്ള കളികൾ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാണെങ്കിലും ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പലരും ചിന്തിക്കാറില്ല. കുട്ടികൾ ഇത് കാണുമ്പോൾ ആവശ്യപ്പെടുകയും മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് കെമിക്കലും മറ്റും അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. അതാണ് ആശങ്കയോടെ മാതാപിതാക്കൾ ഇതിനെപ്പറ്റി ആവലാതി പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ മുതിർന്നവർക്കും അവരോടൊപ്പമായി കളിക്കാൻ തോന്നും. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന പല കെമിക്കലും സീക്വൻസ് പോലെ മിന്നിത്തിളങ്ങുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളും കുട്ടികളുടെ കൈകളിൽ പറ്റിപ്പിടിക്കുകയും അതൊരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. അതിനാൽ ഇത്തരം വസ്തുക്കൾ കൊണ്ട് കുട്ടികൾ കളിക്കുന്നത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ പൊടിക്കുട്ടികളാണ് ഇത്തരം വസ്തുക്കൾ കൊണ്ട് കളിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അഭാവത്തിൽ അവർ എടുത്ത് ഇത് ഭക്ഷിക്കാനും ഒരുപക്ഷേ കാരണമായേക്കാം. അതുകൊണ്ട് ഇതുപോലുള്ള വസ്തുക്കൾ കൊണ്ട് കുട്ടികളെ കളിപ്പിക്കുമ്പോൾ മുതിർന്ന ആളുകളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നത് വളരെ നന്നായിരിക്കും. എന്ത് വിചാരിക്കും മിച്ചി? എന്തെന്നാ വിചാരിക്കണ അതില് ആമി? എന്തെന്നാ അത് പറയേ. അത് ശരിയാണല്ലേ. ആമിന മറിയം പറയുന്നതിലും കഴമ്പുണ്ട്. ഞങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ ഉമ്മിച്ചിക്കും ഞങ്ങളോടൊപ്പം ഇതുപോലെ കളിക്കാൻ കൊതിയാകുന്നുണ്ട് അല്ലേ? ഉമ്മിച്ചിയും ഞങ്ങളെപ്പോലെ ചെറുതായിരുന്നെങ്കിൽ വാപ്പിച്ച് ഇതുപോലെ കളിക്കാൻ കളിപ്പാട്ടങ്ങൾ വാങ്ങി തരുമായിരുന്നു എന്നാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. കുട്ടികൾ ഇത് വെച്ച് കളിക്കുന്നത് കണ്ടപ്പോൾ ഇത്താത്തമാരും ഉമ്മിച്ചിമാരും പറയുന്നത് ഇത് കെമിക്കലോ വിഷമോ ഒക്കെ അടങ്ങിയതായിരിക്കും, സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. സത്യമാണോ എന്ന് അറിയില്ല. ഏതായിരുന്നാലും ഇന്ന് 2024 ഒക്ടോബർ മാസം 1-ാം തീയതി സ്കൂളുകൾക്ക് അവധിയായതുകൊണ്ട് തന്നെ നമ്മുടെ ആമിന മറിയവും ആലിയ മർവയും വീട്ടിൽ കുസൃതികൾ ഒപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ്.